ഹരി ഓം ഏവർക്കും പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാം, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയ്ക്ക് കിടക്കാം. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം കാലടങ്ങുന്ന രണ്ടാം നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുക അല്ലെ. ധനുരാശിക്കാർക്ക് ഈ ഒരു മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം അല്ലെ. ഇവിടെ നമുക്ക് എന്താണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 4ലാണ് മിക്ക ഗ്രഹങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സൂര്യൻ 4ലാണ് അല്ലെ. 4-ന് 5ലേക്ക് വരും ഏപ്രിൽ 14. എന്നിരുന്നാൽ പോലും നോക്കുമ്പോൾ ആ തുടക്കത്തിൽ 4ലാണ് നിൽക്കുക. ബുധൻ 4ലാണ് നിൽക്കുക. ശുക്രൻ 4ലാണ് ഉച്ചത്തില് അല്ലെ. ധനിൽ നിന്ന് മീനരാശി എന്ന് പറയുമ്പോൾ 4ാം രാശിയാണ്. രാഹു 4ലാണ് അല്ലെ. ശുക്രൻ അതെ, ബുധൻ അതെ, സൂര്യൻ അതെ, രാഹു അതെ, ശനി അതെ. ഈ 5 ഗ്രഹങ്ങളും എന്താണ് 4ലാണ് നിൽക്കുക അല്ലെ. അതോടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ സംഭവം ഉണ്ട്. കാരണം 9-ാം 10-ാം ഭാവാധിപൻ എന്നുവെച്ചാൽ ധനുവിന്റെ 9-ാം ഭാവാധിപൻ ആരാ? ചിങ്ങരാശി. ചിങ്ങരാശിയുടെ അധിപൻ ആരാ? സൂര്യൻ. 10-ാം രാശിന് ആരാ? കന്യയുടെ അധിപൻ ആരാ? ബുധൻ. ബുധനും സൂര്യനും ഒന്നിച്ച് എവിടെ നിൽക്കുന്നത്? മീനരാശിയിൽ. എന്നുവെച്ചാൽ 9-ാം 10-ാം ഭാവത്തിൽ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ധർമ്മകർമാബ്ദി യോഗമൊക്കെ പറയാൻ. സോ ആ യോഗം അവിടെ ആക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ആരാണ് നിൽക്കുന്നത്? ശുക്രനാണ് നിൽക്കുന്നത് അല്ലെ. വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും, ശുക്രന്റെ ക്ഷേത്രത്തിൽ ആരാ നിൽക്കണേ? വ്യാഴം നിൽക്കുന്നുണ്ട്. സോ പരസ്പരം രാശിമാണ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുജൻ നമുക്ക് എത്രാമത്തെ രാശിയാണ്? ധനുവിൽ നിന്ന് 8ാമത്തെ രാശിയിലാണ് കുജൻ നിൽക്കുക എന്ന് പറയാം അല്ലെ. കർക്കിടക രാശിയില്. അപ്പൊ ഇവിടെ വ്യാഴം എന്ന് പറയുമ്പോഴോ നമുക്ക് 6ലാണ് നിൽക്കുക അല്ലെ. വ്യാഴം 6ൽ നിൽക്കുന്ന സമയമാണ്. പൊതുവെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഓക്കെ, തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന സമയം തന്നെയായിരിക്കും. നമ്മൾ ഈ സമയത്ത് വേഗത വേണ്ട. ഈ സമയത്ത് വേഗതയോട് ഒരു കാര്യവും ചെയ്യില്ല. തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ധനുരാശി എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിൽ ഒരു സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്യുന്ന സമയമായിരിക്കും. ഓക്കെ, ഒരു സമ്മിശ്ര ഫലമായിരിക്കും. വിദ്യാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുമെങ്കിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പഠന കാര്യങ്ങളിൽ ചെറിയ മന്ദതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വെക്കാതെ നമുക്കിവിടെ സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യാമെങ്കിൽ പോലും അവിടെ കൂടുതൽ വേണ്ട ഹാർഡ് വർക്കാണ് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒന്ന് പഠിക്കേണ്ടടുത്ത് 4, 5, 6 തവണ പഠിക്കേണ്ടി വരും. വായിച്ച് പഠിക്കാതെ എഴുതി പഠിക്കേണ്ട ആവശ്യം വരും. ഓക്കെ, ഇരട്ടി വർക്ക് ചെയ്യേണ്ടി വരും. സോ മാക്സിമം വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടും. ഓക്കെ, നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടും. അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് പോയി പരീക്ഷ എഴുതാനൊക്കെ ചിന്തിച്ചിരുന്നാൽ ഒന്നും ഉണ്ടാവില്ല ഇവിടെ. ഓക്കെ, നന്നായി വർക്ക് ചെയ്താൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രശ്നമില്ല. മാതാപിതാക്കളായാലും വിദ്യാർത്ഥികളുടെ പഠനത്തെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറച്ച് അലസത, മടി, മൊബൈൽ യൂസ്, TV കാണുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, മൊബൈലൊക്കെ മാക്സിമം യൂസ് കുറയ്ക്കുക. ഇപ്പം അവർക്ക് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ പോലും അതൊന്ന് വാങ്ങി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 അവർ അല്ലെ 1.5 മണിക്കൂറൊക്കെ ഒരു ദിവസം കൊടുക്കുക. അത്രയൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ കാര്യം മാത്രം ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ബാക്കിയുള്ള ആപ്സ് ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് മാത്രം ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് കാണാനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനെങ്കിൽ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ഫോണും കൊടുത്തിട്ട് മറ്റേ ഫോൺ വാങ്ങി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം അവരുടെ പാസ്വേഡ് ഇതൊക്കെ അറിയാമെങ്കിൽ അത് ഓപ്പൺ ചെയ്യുള്ളൂ. എന്നിരുന്നാൽ പോലും മാക്സിമം പഠനത്തിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുക. കാരണം ശ്രദ്ധ കുറവ്, മടി, അലസതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വിദ്യാർത്ഥികൾ ശരിക്കും ഇത് പറഞ്ഞൊരു സങ്കടം, ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ പറയണേ. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് നടത്താൻ പറ്റും. അങ്ങനെയുള്ള ടൈം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള രാശിക്കൊന്നും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെ വലിയ കാര്യത്തിലിട്ട്. ഇതാ വിദ്യാർത്ഥികൾക്ക് അത്രയും ടഫ് ടൈം വരുന്ന സമയത്ത് മാത്രമേ ഞാനത് പറയാറുള്ളൂ. സോ ആ ടൈം ഒന്ന് ശ്രദ്ധിച്ച് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഓക്കെ ആക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നമായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാക്സിമം ചെയ്യുക. പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ്, പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ആ ഏജ് ആണെന്ന് പറയാം കേട്ടോ. പഠിക്കുന്ന ആര് തന്നെയാലും ഏത് ഏജിലുള്ളവരായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. മൊബൈൽ യൂസ് മാക്സിമം, ഷോർട്സ് കിട്ടാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഷോർട്സ്, റീൽസ്. ഓക്കെ, കാരണം എന്താണ്, ഇത് കാണുമ്പോൾ ടൈം പോകുന്ന അറിയില്ല. ലോങ് വീഡിയോസ് ഉണ്ട്, കുറച്ച് കാണുമ്പോൾ മടക്കും, നിങ്ങൾ നിർത്തിയിട്ട് പൊക്കോളൂ.
സിനിമ കാണുമെങ്കിൽ അടുപ്പിച്ച് ആ സിനിമ കാണുക, അടുത്ത സിനിമ കാണാൻ പോകില്ല, അടുത്ത സിനിമ കാണാൻ നിർത്തുക, വേറെ കാണാൻ പോകില്ല. ഓക്കെ, ഒരു സിനിമ കാണാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ പേരൻസിനോട് പറയാം ഇന്ന സിനിമ കാണാൻ പോകണം, ആ സിനിമ തീരുമ്പോൾ ഫോൺ കൊണ്ട് കൊടുക്കുക. നിങ്ങൾ എത്ര ഏജ് ഉള്ളവരായിക്കോട്ടെ ഒരു കുഴപ്പമില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇന്ന് എന്തുണ്ടെന്നല്ല, നാളെ നിങ്ങൾക്ക് എന്തുണ്ടാവണം ഉള്ള ധാരണ ഉണ്ടാവണം. സോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോൾ നേടാൻ വേണ്ടി നിങ്ങൾക്ക് കഠിനമായിട്ട് പരിശ്രമിക്കണം. ഇത് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റൂ. ഇനി അടുത്ത ധനുരാശിക്ക് ബാക്കിയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, മറ്റ് യാത്രകൾ, ടൂറ്, ട്രാവൽസ് ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ടേക്ക് കെയർ ചെയ്യണം. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഉത്തമമായിട്ട് പോവാം. അതുപോലെ തന്നെ വാഹനമൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പുതിയൊരു വാഹനം എടുക്കാൻ പോവാണ്, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പേർട്ടായിട്ട് അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടുക. കാരണം ചതി പറ്റിയതൊന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ആ കാര്യങ്ങൾ ചെയ്യുന്ന നല്ലതാണ്. യാത്ര പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്യാജറ്റ്സുകളൊക്കെ ഒന്ന് സേഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും, സൂക്ഷിക്കുന്ന കാരണം നിങ്ങളുടെ 8 ആരാണ് കുജൻ നിൽപ്പുണ്ട് അല്ലേ. സോ നിങ്ങളുടെ ഗ്യാജറ്റ്സിന് കേട് സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫോണ്, ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ വീട് റിലേറ്റഡ് ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം 8 കുജൻ നോക്കുന്നുണ്ട്. സോ നമുക്ക് വീട് വാങ്ങാന്, വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പോവുക, വീട് പണിയാൻ പോകുന്നു, കയറി താമസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷ്മം ചെയ്തു പോവുക. കാരണം ഇതിനൊക്കെ പറ്റിയ ചതി, അതുപോലെ ചെറിയ ആപത്തുകൾ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ആരിലാണ് വ്യാഴം നിൽക്കുക അല്ലെ. നിങ്ങൾ ഹോം ലോണ്, പേഴ്സണൽ ലോണൊക്കെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അത്രമാത്രം ആവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കടങ്ങൾ എടുക്കുക, ലോൺ എടുക്കുക. കാരണം ആളിലെ വ്യാഴം പ്രശ്നമില്ലെങ്കിൽ പോലും നമുക്ക് ആരുണ്ട്, ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുക. സോ ഈ ശുക്രൻ ഉച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കടങ്ങൾ ഇരട്ടിയാക്കും. നിങ്ങൾ കടം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കടം ഇരട്ടിയാക്കി മാറ്റും. സോ ഈ ടൈം കടം എടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ല. അത്ര ആവശ്യമാണ്, അത്ര അർജന്റായി മാത്രം ഹോം ലോണും പേഴ്സണൽ ലോണും ഇപ്പം എടുക്കാൻ നിൽക്കുക. ഓക്കെ, കടങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുക. കാരണം കടമെടുത്ത ആളിലെ വ്യാഴം വലിയ പ്രശ്നം ചെയ്തില്ലെങ്കിൽ പോലും ശുക്രൻ എന്ത് ചെയ്യും, നാളെ നിന്നുകൊണ്ട് പ്രശ്നം ചെയ്യും, ഉച്ചത്തല നിൽക്കണം, കട ഇരട്ടിപ്പിക്കും. ഓക്കെ, സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾ നോക്കുന്നവർക്കും നോക്കാവുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം, അവസാനം വാക്കൊന്നും പറയാൻ നിൽക്കണ്ട ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ടൈം എടുത്ത് നടന്നേക്ക് എത്തുന്നതാണ്. അതുപോലെ 4 ശനി നിൽക്കുന്നുണ്ട് അല്ലെ. 4 ശനി, 4 വ്യാഴം, അതുപോലെ 8 കുജൻ, ഇവർ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് വീക്ക്നെസ് ഉണ്ടാകും, നമ്മളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കും ഈ ടൈമിൽ, ഏപ്രിൽ മാസത്തിൽ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. സോ ഈ ടൈം ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നിന്ന് മുന്നോട്ട് പോവുക. ഹെൽത്തിൽ ടേക്ക് കെയർ ചെയ്യുക, ഫുഡ്, സ്ലീപ്പ് ഇതൊക്കെ കറുത്ത് പ്രോപ്പറാക്കി മാറ്റുക കേട്ടോ. മാക്സിമം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് മറികടക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. സോ ഒരു കാര്യം വേഗത്തിൽ തീരുമാനം എടുക്കല്, വേഗത്തിൽ എടുത്തിയാടല്, എല്ലാ കാര്യവും പയ്യെ ടേക്ക് കെയർ ചെയ്ത് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഈ ധനുരാശിക്കാരെ ഈ ഒരു മാസത്തെ നടത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ സമ്മിശ്ര ഫലമായിരിക്കും. ഒരു കംഫോർട്ട്, സുഖമായിട്ടൊരു മാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു കംഫോർട്ട്, ഗുണദോഷം സമ്മിശ്രമായിട്ട് അനുഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഏപ്രിൽ മാസം കേട്ടോ. വേറൊരു കാര്യം പറയാണ്, നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ. സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് പോസ്റ്റ് ചെയ്തേക്കുവാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഫില്ലായി. സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റ് എടുത്ത് കൊടുക്കണ്ടല്ലോ. സോ അതുകൊണ്ട് എന്താണ്, നമ്മുടെ ബുക്കിംഗ് പോസ് ആയേക്കുവാണ്. സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ്, അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 2 പേർക്ക് ഒരേ ഓഫീസ് നമ്പറാണ്, ഒരേ ഓഫീസിലേക്കാണ് കോൾ വരിക കേട്ടോ. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഫലങ്ങളും അതുപോലെ എന്തൊക്കെ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വരെ കൃത്യമായിട്ട് പറയും. അത് മാത്രമല്ല, നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരും അഡ്രസ്സും ഒക്കെ അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ. അമ്മ നമ്മുടെ എന്താണ് പെൻഡുല ആസ്ട്രോളജിയും കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ ബേസിലാണ് പറയുക. ഓക്കെ, അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ എന്ത് ചെയ്യാം ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പം സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ നീട്ടി അപ്പോയിന്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അത്ര നാൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, അവരും അത് ഓർത്തിരിക്കണം. ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ. സോ അറിയാലോ, കൺസൾട്ടേഷൻ ഒന്നും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? കൂടിപ്പോയ ഒരു 10 കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും. കാരണം എന്നാലും നമുക്ക് വാല്യുബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ജൂലൈ വരെ ക്ലോസ്ഡ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരെ അമ്മേനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആവുക എന്തും ആയിക്കോട്ടെ, ഞാനൊരു റെമഡി പറയാത്ത എന്താണെന്ന് വെച്ചാൽ, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റെമഡി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് പറയാം. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിപ്പെടുത്തി പറയുന്നതല്ലേ. ഓരോ വ്യക്തിപരക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നതാവും. അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്തത് കേട്ടോ. അപ്പം റെമഡി നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക, നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക, നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക. ഇനി ഒരു മാസം നമ്മളെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിലും മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മൾ തൊഴുത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടെ പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തിൽ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളിന് ആ നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക, മൈൻഡ് ഫ്രീ ആക്കി തിരിച്ചു വരിക. ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മുടെ ആരാധന മൂർത്തിയോട്, നമ്മുടെ ഇഷ്ടദൈവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം അല്ലെ. നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വഴികാട്ടിയായിരിക്കും കേട്ടോ. അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ദോഷഫലങ്ങളാണെടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളെടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോവാൻ മുന്നോട്ട്. അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാ കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽപ്രവൃത്തികളും സൽചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ.